ഇന്ന് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ ദിനമാണ്. ഡിസംബർ 21. വിശുദ്ധ വേദപുസ്തകത്തിൽ 4 സുവിശേഷങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ തോമാശ്ലീഹായെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നുള്ളൂ. ഒന്നാമത് നാം കാണുന്നത് 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ഒരു യഥാർത്ഥ ഗുരുഭക്തന് ഉണ്ടായിരിക്കേണ്ടതായ സ്വഭാവവിശേഷമാണത്. ഗുരു എവിടെ പോകുന്നുവോ ആ ഗുരുവിനോടൊപ്പം പോവുകയും ഗുരുവിനോടൊപ്പം മരിക്കേണ്ടി വരികയാണെങ്കിൽ മരിക്കുകയും ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് നാം കാണുന്നത് കർത്താവ് തൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ തൻ്റെ മനസ്സ് തുറന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. 13-ാം അധ്യായം 30 മുതൽ 16-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ അതാണ് അവിടെ പറയുന്നത്. അതിനിടയിൽ ഒരു ചോദ്യം മാർത്തോമാ ശ്ലീഹ ചോദിക്കുന്നുണ്ട്. നീ എവിടെ പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? വളരെ ഗഹനമായ ഒരു ചോദ്യമാണ്. അതിൻ്റെ മറുപടിയും ഗഹനമായിരുന്നു. ഒരു യഥാർത്ഥ ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ടതാണ് യഥാർത്ഥമായ കാര്യങ്ങൾ ചോദിച്ച് ഗുരുവിൽ നിന്ന് മനസ്സിലാക്കുക എന്നത്. അത് അദ്ദേഹം ചെയ്യുന്നു. മൂന്നാമത്തേതാണ് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം, കർത്താവിൻ്റെ മാറിൽ തൊട്ടതിന് ശേഷം, തിരുവല്ലാവിൽ തൊട്ടതിന് ശേഷം മാർത്തോമാ ശ്ലീഹ പറയുന്നു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ. നാം ഒന്ന് അറിയേണ്ടത് 3 വാക്കുകളുണ്ട്. എൻ്റെ കർത്താവ് ദൈവം. കർത്താവ് എന്ന് പറയുമ്പോൾ സർവ്വത്തിൻ്റെയും സൃഷ്ടിച്ച് നയിക്കുന്നവനാണ്. ദൈവമെന്ന് അതുവരെ ശിഷ്യന്മാരാരും പറഞ്ഞിരുന്നില്ല. ആദ്യമായി പ്രഖ്യാപിക്കുന്നത് ദൈവമെന്ന് പ്രഖ്യാപിക്കുന്നത് മാർത്തോമാ ശ്ലീഹായാണ് എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കുകയും അറിയുകയും ചെയ്യണം. എൻ്റെ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ തട്ടിയാണ്. രുചിച്ചറിയോ, ഹോ നല്ലവനെന്ന് രുചിച്ചറിവെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ. ശ്ലീഹന്മാരുടെ വായനയുടെ എവങ്കേലിയൻ വായനയുടെ ഭാഗത്ത് അവസാനത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ജാതികളുടെ വഴിയെ പോകരുത്, ശമര്യരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത് എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ടത് ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. അതെങ്കിലും നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ താൽക്കാലിക വിജയത്തിനും നടത്തിപ്പിനും വേണ്ടി നമ്മൾ പലപ്പോഴും വേദപുസ്തകം കൂട്ടി വളയ്ക്കാറുണ്ട്, നമ്മുടെ കർത്താവിനെ കൂട്ടുപിടിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ സഭയിലുണ്ടായിരിക്കുന്ന തർക്കങ്ങളും വഴക്കുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഒരു പ്രധാന വിഷയമാണ്. നമ്മുടെ പരിശുദ്ധ സഭയിൽ നിന്ന് വിഘടിച്ച് മലങ്കരയിലുള്ള വിഭാഗത്തിൻ്റെ തലവനോട് ഇപ്പോൾ പാത്രികീസ് കൽപ്പിച്ചിരിക്കുന്നത്, പരിശുദ്ധ പാത്രികീസ് കൽപ്പിച്ചിരിക്കുന്നത്, മലങ്കരയ്ക്ക് വെളിയിലുള്ള, ഇന്ത്യക്ക് വെളിയിലുള്ള എല്ലാ മലയാളികളുടെയും കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ്. ഇതേ ആവശ്യം പരിശുദ്ധ ഔഗേൻ ബാവായോട് അന്നത്തെ പാത്രികീസ് ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു, കാഴ്ചയ്ക്ക് ബലഹീനനായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് മുമ്പ് അദ്ദേഹം ചടപടഞ്ഞ് എഴുന്നേൽക്കുകയാണ് ചെയ്തത്. എൻ്റെ മക്കൾ എവിടെയുണ്ടെങ്കിലും അവരുടെ കാര്യം ഞാൻ തന്നെ നോക്കും. അത് പാത്രികീസിന് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ കോട്ടയത്തെ കല്ലുപറമ്പിൽ അച്ഛൻ്റെ ഒരു സംഭാഷണത്തിൽ അവിടെ നാം കാണുന്നുണ്ട്, ഭാഗ്യസ്മരണാർഹനായ തിയോഫിലോസ് തിരുമേനിയെക്കുറിച്ചുള്ള ഒരു സംസാരത്തിൽ അവിടെ പറയുന്നു, വഴക്കുണ്ടാകാനുള്ള പ്രധാന കാരണം ഭാഗ്യസ്മരണാർഹനായ തിയോഫിലോസ് തിരുമേനി ട്രാൻസ്ഫർ നടപ്പിലാക്കിയതുകൊണ്ട് തൻ്റെ പ്രിയ ശിഷ്യൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാശി വെച്ച് വഴക്കുണ്ടാക്കാൻ കാരണം. രണ്ടാമത് വേറൊരു കാരണം കൂടെ അവിടെ നാം കാണുന്നുണ്ട്. കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ അന്നത്തെ ചാപ്ലയിനായിരുന്ന അച്ഛനെ ഒരു ശിക്ഷണത്തിൻ്റെ വിധേയനാക്കിയത് നിമിത്തം ഔഗേൻ ബാവ കൽപ്പിച്ചു അദ്ദേഹം ആ ചാപ്പലിൽ കുർബാന ചൊല്ലണം, മറ്റെവിടെ വേണമെങ്കിലും ചൊല്ലാം. അന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം ചെയ്തു, ഈ വൃദ്ധനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുമെന്ന്. ഇതെല്ലാം ഒത്തുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടമില്ല എന്ന് പറയാൻ യാതൊരു മടിയും കൂടാതെ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ നമ്മുടെ പാത്രികീസ് ബാവായ്ക്ക് കഴിഞ്ഞത്. നാം ഒന്ന് ഓർക്കുക, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളായ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ
നമ്മൾ യഥാർത്ഥ ഭക്തരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാതയെ പിൻപറ്റണം. ദൈവത്തിൻ്റെ യഥാർത്ഥ ഭക്തരായിരിക്കണം. നമുക്ക് അവകാശങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത് നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ കർത്താവ് നമുക്ക് സർവ്വത്തിന് മതിയായവനാണെന്നൊരു ചിന്ത ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവം എനിക്ക് സർവ്വത്തിന് മതിയായെന്നൊരു ചിന്ത ഉണ്ടായിരിക്കണം. അതേ, ഇന്ന് മാർത്തോമാ ശ്ലീഹായെ ഓർക്കുന്ന ഈ ദിവസം ഇത് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.